ഹലോ നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുട്ടനാടൻ ചിക്കൻ കറി വിത്ത് ഗ്രീൻ കളർ, പച്ച കളറിൽ നല്ല കുട്ടനാടൻ ചിക്കൻ കറി ആട്ടോ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന്. ഇതുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ കറി ആട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലച്ചീരയാണ്. ഇതാണ് ഇതെല്ലാം മെയിൻ ഐറ്റം എന്ന് പറയണത്. ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിനയും മല്ലിയൊന്നുമല്ല ചേർക്കുന്നത്, ഈ പാലച്ചീര ആട്ടോ ചേർക്കണം. അത് ഒരു പിടി എടുക്കുന്നുണ്ട്. ഒരു പിടി എന്ന് പറഞ്ഞാൽ തണ്ടോട് കൂടി ഒരു പിടി. പിന്നെ 2 തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളിയാണ്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാൽ ഒരു 3 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ്, മീഡിയം ഗ്ലാസ് ആണെങ്കിൽ ഒരു 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടിപ്പാൽ എടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടാണ് കാഷ്യൂസ്. അത് ഒരു പിടി കാഷ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ അവിടെ അരമണിക്കൂറോളം നമ്മൾ കുതിർത്ത് വയ്ക്കുക. പിന്നെ വേണ്ട സവാള സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. അത് ഒരു 3 വലിയ സവാള എടുക്കുന്നുണ്ട്. മീഡിയം സവാള ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒരു 4 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. നമ്മൾ ആദ്യം ഈ പാലച്ചീര ഉണ്ടല്ലോ, അത് നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തിളച്ച് വരുമ്പോൾ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ആ തിള വരുമ്പോൾ തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ മസ്റ്റായിട്ട് വേണ്ടതാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതൊരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. കറിവേപ്പില ഓൺ ദ വേ ആണ്, അത് വന്നോളും. പിന്നെ ഇനി അതൊന്ന് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ആവശ്യത്തിന് ഇടുക. ഞാൻ ഈ കറിയിലേക്ക് വേണ്ട ഉപ്പ് പൊടി ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഒരു 3 ടീസ്പൂണോളം ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് ഇട്ടാൽ മതിയേ, കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ട്. എന്തായാലും ആദ്യം തന്നെ ഒരുപാട് ഇടണ്ട, അപ്പോൾ പിന്നെ ഉപ്പ് കൂടിപ്പോയാൽ പണിയാവും. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് പകുതി വേവാകുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടയണം. അതുകൊണ്ട് നമുക്ക് ഈ ടൈമിൽ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ഒരു 3-4 മിനിറ്റ് എടുക്കും. ഈ ഒരു പാകമാകുമ്പോഴത്തേനും ഇതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളിൽ ആദ്യം ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചമുളക് എടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ എരിവായിരിക്കും നമുക്ക് ഇതിനകത്ത് വേണ്ടത്. മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് വഴറ്റുക. അതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇപ്പം ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് ലാസ്റ്റ് ഇടണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇടുന്ന പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അതിന് ശേഷം നമ്മൾ പാലച്ചീര ഉണ്ടല്ലോ, അരച്ച് വെച്ചിട്ടുള്ള പാലച്ചീര മുഴുവനായിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതായത് ഇതിൻ്റെ കളർ നല്ലൊരു ഗ്രീൻ കളറാകും. അതുവരെ നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതിയാവും. അതിക്കുള്ളിൽ അതെന്തായാലും ഗ്രീൻ കളറായി കിട്ടും. നമുക്ക് ഒരു കളർ ചേഞ്ച് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ മൂടി മാറ്റിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൊത്തം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് കളർ ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അത് ഈ ഒരു ഭാഗം മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ മസാലയിൽ നിന്ന് പകുതി മസാല മാറ്റി വയ്ക്കണം. പകുതി മാറ്റി ബാക്കി പകുതിയിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റോളം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ, ഒരു 3/4 വേവ് ആകുന്നത് വരെ നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 6-7 മിനിറ്റ് മതി കേട്ടോ. അതിക്കുള്ളിൽ എന്തായാലും ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, എനിക്കിപ്പോൾ ഒരു മീഡിയം ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി ചിക്കൻ ആ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേവണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞ പോലെ
അടച്ചു വയ്ക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കുക കേട്ടോ. വലിയ പാത്രം എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ചട്ടി ചെറുതായിപ്പോയി, അപ്പോൾ അത് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. ഇതിൽ ഒരുപാടങ്ങ് നമ്മൾ വറ്റിച്ച് കളയണ്ട കേട്ടോ. ഒരുമാതിരി നല്ല ഒരു ഗ്രേവി പോലെ വേണം ഇതിൽ, ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് പോവണ്ട. പിന്നെ അതുപോലെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ തേങ്ങ ചിരകി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അത് 2 പാക്കറ്റ് വാങ്ങിയിട്ട് അതൊരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത്, ഒരു കട്ടി വേണം. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. വേപ്പില വന്നിട്ടുണ്ട്. ഞാൻ 2-3 ഇപ്പോൾ ഇതിലിടുന്നുള്ളൂ. ഇനി ലാസ്റ്റ് താളിച്ചിടുമ്പോൾ വേപ്പില അധികം ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഈ ഒരു ഭാഗമായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് പോയിട്ടുമില്ല, വറ്റിപ്പോയിട്ടുമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുടെ പകുതി ഉണ്ടല്ലോ, ആ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇറക്കാറായിട്ടുണ്ട്, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റും കൂടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാഷ്യൂസ് ഇല്ലേ, അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ നമുക്ക് ഈ കറി ഒന്ന് കുറുകി നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഈ കാഷ്യൂസ് ചേർത്ത് കഴിയുമ്പോഴത്തേനും ഈ കാഷ്യൂസിൻ്റെ പേസ്റ്റ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് സിമ്മിലിട്ടേക്കാം. സിമ്മിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ താളിക്കാൻ വയ്ക്കുക. താളിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ ഉള്ളൂ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഒരു ചട്ടിയിൽ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക, ഒരു 10-12 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഉള്ളി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടനാടൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതുപോലെ ഗ്രീൻ കളറിൽ നമ്മൾ പാലച്ചീര തന്നെ മസ്റ്റായിട്ട് ഇതിന് യൂസ് ചെയ്യണം കേട്ടോ. മലയാളിയിൽ കൂട്ടാൽ അതിൻ്റെ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ഈ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്